നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാൻ. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഒരിക്കൽ ഒരു വൈദികൻ്റെ സഹോദരൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ചെല്ലുകയാണ്. ഞങ്ങൾ ആ വീട്ടിലെത്തിയപ്പോൾ കാണുന്ന കാഴ്ച 5 ആൺകുട്ടികളാണ് ആ വീട്ടിലുള്ളത്. ചുവര് മുഴുവനും അവർ സ്കെച്ച് പേന വെച്ച് എഴുതിയിട്ടുണ്ട്. ആ ഡൈനിങ് ഹാളിൻ്റെ മുകളിലുള്ള എല്ലാ കാര്യങ്ങളും അവർ വലിച്ച് താഴെയിടും. വീടൊക്കെ എത്രമാത്രം വൃത്തികേടാക്കാൻ പറ്റും അത്രയും മാത്രം വൃത്തികേടാക്കിയിട്ട് ഇങ്ങനെ 5 ആൺകുട്ടികൾ, 5 വയസ്സിനും 10 വയസ്സിനും ഇടയിൽ 5 ആൺകുട്ടികൾ തകർത്ത് ഒരു വീട്ടിൽ നിൽക്കണേ. അപ്പോൾ ഞങ്ങൾ ഈ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഇതിൽ 2-3 കുട്ടികൾ ഓടി വന്ന് എന്നെ എടുക്കുക എന്ന് പറഞ്ഞ് കരയും. ഞങ്ങളെടുത്തു. കുറേ പേരെയൊക്കെ അവരോട് കളിച്ചു. ആ അരമണിക്കൂർ വളരെയധികം സന്തോഷപരമായിട്ടൊക്കെ കടന്നുപോയി. പതിയെ യുവമാരെടുക്കുന്ന ഞങ്ങളുടെ കൈകളൊക്കെ തളരാൻ തുടങ്ങി. കാരണം ഈ അരമണിക്കൂറായിട്ട് ഈ 5 പേരെയും മാറി മാറി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എടുത്ത് ക്ഷീണിച്ച് ഞങ്ങൾ പറഞ്ഞു നമുക്ക് പോകാം, മതി. അപ്പോൾ അങ്ങനെ 1 മണിക്കൂർ ശേഷം ഞങ്ങൾ ഇറങ്ങി വന്ന കാറിൻ്റെ അകത്ത് പോയിരുന്നിട്ട് ഒരു ദീർഘ നിശ്വാസം എന്ന് പറഞ്ഞു. കാരണം 1 മണിക്കൂറായിട്ട് ഇവരുടെ ഒപ്പം ചെലവഴിച്ചപ്പോൾ ഞങ്ങൾ തളർന്നുപോയി. അപ്പോൾ ഞാൻ കണ്ണുകൾ ഉയർത്തി, കർത്താവേ, നീ ഞങ്ങളെ അച്ഛനാകാൻ വിളിച്ചത് എത്രയോ നല്ല കാര്യമാണ്. കാരണം 1 മണിക്കൂർ പോലും ഈ 5 പിള്ളേരുടെ ഒപ്പം ചെലവഴിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറയും, കർത്താവേ, നീ എത്ര നല്ലവരാണ് അല്ലേ, എത്ര നല്ലവരാണ്. കാരണം ഇതൊന്നും ഞങ്ങൾക്ക് കാണണ്ടല്ലോ എന്നുള്ള. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, അച്ചോ, ദൈവത്തിന് അറിയാം, ഗോഡ് നോസ് യു എന്ന്. ദൈവത്തിന് അറിയാം അച്ഛനെ ഏത് ദൈവവിളിയിലേക്കാണ് വിളിക്കേണ്ടതെന്ന്. ദൈവത്തിനറിയാം. ഇത് ശക്തമായ വാക്കുകളാണ്. ഗോഡ് നോസ് മീ. ദൈവത്തിന് എന്നെ അറിയാം. ഇത് സുന്ദരമാണ്. ഞാൻ വെക്കുന്ന ഓരോ ചുവടും ദൈവത്തിനറിയാം. എനിക്ക് എന്ത് ചെയ്യുവാൻ പറ്റുമെന്ന് എൻ്റെ ദൈവത്തിനറിയാം. ഞാൻ എവിടെയൊക്കെ പോകുമെന്ന് ദൈവത്തിനറിയാം. എന്തൊക്കെ കഴിവുകളാണ് എനിക്കുള്ളതെന്ന് എൻ്റെ ദൈവത്തിനറിയാം. എന്തൊരു ആശ്വാസം നൽകുന്ന വാക്കുകളാണ്. ഗോഡ് നോസ് മീ. ദൈവത്തിനറിയാം. എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഏത് ദുർഘടമായ സംഭവമായാലും അതെങ്ങനെ എനിക്ക് നേരിടാം എന്ന് നിന്റെ ദൈവത്തിനറിയാം. അതേപോലെ തന്നെ ദൈവത്തിന് എന്നെ അറിയാമെന്ന വാക്കുകൾ ഏറ്റവും സങ്കടകരവും ആകുലത നിറഞ്ഞതുമാണ്. കാരണം ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് ഇരുട്ടിൻ്റെ മറവില് ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവത്തിനറിയാം. God knows me. ഞാൻ ശ്വസിക്കുന്ന ഓരോ ശ്വാസവും എൻ്റെ ദൈവത്തിനറിയാം. അത്രമാത്രം ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു വാക്കും കൂടിയാണ് ദൈവത്തിന് എന്നെ അറിയാം എന്നുള്ളത്. അത്ര ശക്തമായിട്ടുള്ള ഒരു വാക്യം ഞാൻ പിന്നീട് ഒരിക്കലും കേട്ടിട്ടില്ല. ഗോഡ് നോസ് യു. അച്ഛാ, ഗോഡ് നോസ് യു. ദൈവത്തിനറിയാം നമ്മുടെയൊക്കെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. നമ്മുടെ മനസ്സിൽ
ഒരു നേരത്തേക്ക് ചിന്തിക്കുന്ന ദുഷ്ടതയോ അല്ലെങ്കിൽ നല്ലതല്ലാത്തതോ ആയിട്ടുള്ള ഓരോ ചിന്തയും ഒരു ദൈവത്തിന് അറിയാം എന്നുള്ളത്. അങ്ങനെ നമ്മുടെ അകവും പുറവും അറിയുന്ന ഒരു ദൈവത്തിൻ്റെ മുന്നിലാണ് നമ്മളായിരിക്കുന്നത്. പിന്നെ എന്തിനാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്നത്? എന്തിനാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ ആകുലപ്പെടുന്നത്? നമ്മുടെ സങ്കടങ്ങളെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടുന്നത്, ദുഃഖിക്കുന്നത്? എൻ്റെ കുടുംബജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പാകപ്പിഴകളെക്കുറിച്ച് ആകുലപ്പെടുന്നത്? കാരണം എൻ്റെ ദൈവത്തിന് എന്നെ അറിയാം. എൻ്റെ പ്രശ്നങ്ങളെക്കാളും ദുരിതങ്ങളെക്കാളൊക്കെ വലിയവനായ ഒരു ദൈവമാണ് എനിക്കുള്ളത് എന്നൊരു ബോധ്യം നമുക്കുണ്ടായാൽ മതി. അപ്പോഴേക്കും നമുക്ക് ഈ സങ്കടങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്നൊക്കെ അകന്നു പോകുവാൻ സാധിക്കും. ഒരിക്കൽ ഒരു സങ്കടകരമായ വാർത്ത കേട്ടാണ് ഒരു ദിവസം തുടങ്ങിയത്. ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാറ്റീസം ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു 24 വയസ്സുള്ള കുഞ്ഞ് ആത്മഹത്യ ചെയ്തു. നല്ല ടീച്ചറായിരുന്നു, എല്ലാ കാര്യങ്ങളിലും മിടുക്കിയായിരുന്നു, എല്ലാവരോടും ഓടി വന്ന് സംസാരിക്കുന്ന, ആരോട് വേണമെങ്കിലും എന്തും പറയാവുന്ന ഒരു കുഞ്ഞ്, എല്ലാവരോടും നല്ല രീതിയിലേക്ക് സംസാരിക്കുന്ന കുഞ്ഞ് പെട്ടെന്നൊരു ദിവസം ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടപ്പോൾ സങ്കടം തോന്നി. കാരണം അവള് ക്ലാസ്സിൽ 1ാം ക്ലാസ് തുടങ്ങി ഫസ്റ്റാണ് എല്ലാത്തിനും. പാടുവാൻ കഴിയുന്ന കുഞ്ഞ്, പ്രസംഗിക്കാൻ കഴിയുന്ന കുഞ്ഞ്, അവൾ പങ്കെടുത്ത എല്ലാ കാര്യങ്ങളിലും വിജയങ്ങൾ മാത്രം കൈവരിച്ച് ജീവിക്കുന്ന ഒരു കുഞ്ഞ്. പെട്ടെന്ന് 24ാം വയസ്സിൽ അവളുടെ ജീവിതം അവസാനിച്ചു എന്ന് കേട്ടപ്പോൾ സങ്കടം തോന്നി. കാരണങ്ങൾ നോക്കിപ്പോയപ്പോൾ പറഞ്ഞു കേട്ട ഒരു കാരണമാണ്, അവൾ എത്രയോ രൂപയ്ക്ക് വേണ്ടി ഒരു ഓൺലൈൻ റമ്മി ചാനലിൽ കയറി കളിച്ചു. എത്രയോ രൂപ നഷ്ടപ്പെട്ടു. അത്രയും രൂപ തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് അപ്പനോട് പറയുവാനായിട്ട് അവൾക്ക് പറ്റിയില്ല. അങ്ങനെ അപ്പനോട് പറയുവാൻ പറ്റാതെ സങ്കടപ്പെട്ട് അവൾ ജീവിതം അവസാനിപ്പിച്ചു എന്നാണ് കേട്ടത്. കാരണം അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ ഒരു പരാജയങ്ങളിൽ ഒന്നാണത്. 30,000 20,000 രൂപ എൻ്റെ ജീവിതത്തിൽ നിന്ന്, എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അപ്പൻ്റെ മുമ്പിൽ ഒന്ന് വിങ്ങിക്കരയുവാൻ സാധിക്കാതെ അവൾ ആത്മഹത്യ ചെയ്തു. കാരണം എന്താണെന്നറിയാമോ? ജീവിതത്തിലുടനീളം വിജയങ്ങൾ മാത്രം കൈവരിച്ച ഒരു കുഞ്ഞ് പെട്ടെന്ന് ഒരു പരാജയം വന്നപ്പോൾ പരാജയത്തെ എങ്ങനെ നേരിടണമെന്ന് അറിയാതെ പോയി. കാറ്റീസം ക്ലാസ്സിൽ അവൾ എന്താണ് പഠിപ്പിച്ചത്? ദൈവസ്നേഹമാണെന്നാണ് പഠിപ്പിച്ചത്, ദൈവശക്തനാണെന്നാണ് പഠിപ്പിച്ചത്, ദൈവം പ്രതീക്ഷയാണെന്നാണ് പഠിപ്പിച്ചത്. പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. ദൈവം സ്നേഹമാണെന്ന് മറന്നുപോയി, ദൈവം പ്രതീക്ഷയാണെന്ന് മറന്നുപോയി. പ്രത്യാശയുടെ ജനതയാണ് നമ്മളെന്ന് പറയണം. മരണത്തിന് ശേഷം ഉദ്ധാനം ചെയ്തവനാണ് നമ്മുടെ നാഥൻ. പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. എന്നിട്ടും പരാജയങ്ങളെ എങ്ങനെ നേരിടണമെന്നറിയാതെ വിങ്ങിപ്പൊട്ടി അവൾ ജീവിതം അവസാനിപ്പിച്ചപ്പോൾ, പ്രിയമുള്ളവരെ, എവിടെ പ്രത്യാശയുടെ ജനത? പരാജയങ്ങളെ എങ്ങനെ നേരിടണം എന്നറിയാതെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ കുഞ്ഞിന് ആകെയുണ്ടായിരുന്ന പോംവഴി ആത്മഹത്യ മാത്രമാണ്. അവൾ എന്താണ് മറന്നുപോയത്? എങ്ങനെ പരാജയങ്ങളെ നേരിടണം എന്നുള്ളതാണ്. ഒരിക്കൽ അൽഫോൻസമ്മയുടെ കുടീരത്തിൽ പോയപ്പോൾ, അമ്മ താമസിച്ചിരുന്ന മഠത്തിൻ്റെ അവിടെ കൂടിയൊക്കെ നടന്നപ്പോൾ ഒരു ചേച്ചി ഓടി വന്ന് ഞങ്ങളോട് പറഞ്ഞു, അജോ അൽഫോൻസമ്മയോട് പ്രാർത്ഥിച്ചു.
അൽഫോൻസമ്മയോട് എന്തൊക്കെ തന്നെ പ്രാർത്ഥിച്ചാലും അത് നടക്കും. പക്ഷേ ഉടനടിയല്ല. ആ ചേച്ചിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അച്ഛോ, ഏറ്റവും വലിയ സങ്കടകരവുമായിട്ടുള്ള കഷ്ടപ്പാടുകളിലൂടെ കടന്ന് ചെന്ന് അവസാനം നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു 5 രൂപയാണെങ്കിൽ അമ്മ 5000 രൂപയുടെ അനുഗ്രഹം വർഷിക്കും. പക്ഷേ ആ 5000 രൂപത്തിലേക്ക് എത്തിക്കണമെങ്കിൽ കടന്നു പോകുന്ന കഷ്ടപ്പാട് ഏറ്റവും വലിയ സങ്കടകരമായതായിരിക്കും. അപ്പോൾ ചിലപ്പോഴെല്ലാം അൽഫോൻസമ്മയുടെ ഓടിയെടുത്ത് നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ചേച്ചിക്ക് പേടിയാ. കാരണം ഈ സങ്കടങ്ങളിലൂടെ കടന്നു പോകാനായിട്ട്, ദുഃഖങ്ങളിലൂടെയൊക്കെ കടന്നു പോകുവാനായിട്ട് പേടിയാ. പക്ഷേ ഈ ചേച്ചി പറഞ്ഞത് അമ്മ ഒരിക്കലും കൈവിടില്ല, അൽഫോൻസമ്മ ഒരിക്കലും കൈവിടില്ല എന്നാണ്. പ്രിയമുള്ളവരെ, സങ്കടങ്ങള്, ദുഃഖങ്ങള്, പരാജയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ നമ്മൾ ഈ ദേവാലയത്തിൽ നമ്മുടെ അമ്മയിലേക്ക് അടുത്തെത്തിയത് ഓർക്കേണ്ടത്, എൻ്റെ അമ്മ എൻ്റെ കൂടെയുള്ളപ്പോൾ, എൻ്റെ പ്രശ്നങ്ങളെക്കാളും ദുഃഖങ്ങളെക്കാളും വലിയവനായ ക്രിസ്തു എന്നോടുള്ളപ്പോൾ ഞാൻ എന്തിനു ഭയപ്പെടണം? എൻ്റെ അമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ ഞാൻ എന്തിന് സങ്കടപ്പെടണം? എന്തിനെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടണം? കാരണം എന്നോടൊപ്പമുള്ളത് എൻ്റെ കർത്താവും എൻ്റെ അമ്മയുമാണ് എന്നുള്ള ബോധ്യം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് മക്കളെ ഓർത്ത് കരയുന്ന അമ്മമാരാണ്. പണിക്ക് പോകാൻ സമയമായിട്ടും കാലമായിട്ടും ജോലിക്ക് പോകാതെ മടി പിടിച്ചിരിക്കുന്ന മക്കളെ ഓർത്ത് കരയുന്ന എത്രയോ അമ്മമാരുണ്ട്. സ്വന്തം മക്കൾ വഴിതെറ്റിപ്പോകുമ്പോഴും ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത എത്രയോ അപ്പന്മാരുണ്ട്. മൊബൈൽ ഫോൺ അഡിക്ഷനിലൂടെ കടന്നു പോകുന്ന എത്രയോ മക്കളുണ്ട്. ഇവരെയൊക്കെ ഓർത്ത് കുടുംബങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഇവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ കുടുംബത്തിൽ പഠിപ്പിച്ചു വിടുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്ത്? ആദ്യം പരാജയങ്ങളിൽ, സങ്കടങ്ങളിൽ എങ്ങനെയെല്ലാം നേരിടണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. എങ്ങനെ നേരിടണം എന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തിൽ വരുന്ന ഡൈനിങ് ഹാളിലേക്ക് എത്തിച്ചേരുന്ന ഓരോ പാത്രം ചോറിനും എത്രമാത്രം സങ്കടവും എത്രമാത്രം കഠിനാധ്വാനത്തിലൂടെയാണ് ആ ചോറ് ആ ഡൈനിങ് ഹാളിലേക്ക് എത്തിച്ചേർന്നത് എന്ന് നമ്മുടെ മക്കളോട് നമ്മൾ പറയാൻ വിട്ടുപോകുമ്പോൾ, പ്രിയമുള്ളവരെ, സഹനവും സങ്കടവും വന്നാൽ, സഹനവും സങ്കടവും ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് അവർ തിരിച്ചറിയില്ല. കാരണം നമ്മൾ വിശ്വസിച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്ത്? മക്കളെ ഒരു സങ്കടവും അനുഭവിക്കാതെ, അറിയിക്കാതെ വളർത്തണമെന്നുള്ള കാര്യം. എന്നാൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. മക്കളെ, ഇന്ന കാര്യം നിറവേറ്റാനായിട്ട്, ഇന്ന കാര്യം നിന്റെ ജീവിതത്തിലേക്ക് നിറവേറ്റാനായിട്ട് ഞാനും അപ്പനും കൂടെ എത്രമാത്രം സഹിച്ചിട്ടാണ്, എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇത് നിറവേറ്റിയത് എന്നുള്ളത്. പ്രിയമുള്ളവരെ, ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അത് നേരിടുക തന്നെ വേണം. നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യമാണ് ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടെന്നുള്ളത്. ജീവിതത്തിലുടനീളം വെല്ലുവിളികൾ ഉണ്ടെന്നുള്ളത്. പക്ഷേ ജീവിതത്തിൽ വെല്ലുവിളികളാണോ അല്ലെങ്കിൽ ജീവിതം വെല്ലുവിളിക്കപ്പെടുകയാണോ എന്ന് നമ്മൾ ആലോചിക്കണം. ഈ കൊൽക്കത്ത തെരുവിലെ 2ാമത്തെ നിലയിലെ ആ ഫ്ലോറിൽ നിന്ന് താഴത്തേക്ക് നോക്കിയപ്പോൾ ഒരു ഭിക്ഷാടകൻ അവിടെ നിന്ന് ഭിക്ഷ യാചിക്കുന്നത് കണ്ടപ്പോൾ ആ 2ാമത്തെ നിലയിലെ ആ യുവ കന്യാസ്ത്രീ, അവൾക്ക് തോന്നിയത് എൻ്റെ ജീവിതം എന്നെ വെല്ലുവിളിക്കുകയാണ് എന്നുള്ളതാണ്. ജീവിതം വെല്ലുവിളിക്കപ്പെടുകയാണ് എന്നുള്ളതാണ്. ആ വെല്ലുവിളിക്കപ്പെടലിന് ഉത്തരം നൽകിക്കൊണ്ടാണ് അവൾ ആ കോൺവെന്റിൽ എല്ലാവിധ സൗകര്യങ്ങളിൽ നിന്ന് വിട്ട് ഇറങ്ങിപ്പോകുന്നത്. ദൈവം സ്നേഹമാണെന്നും ആ സ്നേഹത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞ മാർപ്പാപ്പന്മാരിൽ ഒരാളാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. മാർപ്പാപ്പയെയും അപ്പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ 3 ബുള്ളറ്റുകൾ നെഞ്ചിലേക്ക് തറപ്പിച്ചുകൊണ്ട് വെല്ലുവിളിക്കപ്പെട്ടു. അതിനും മാർപ്പാപ്പ ഉത്തരമേകിയത് അവനോട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞതാണ്.
ജീവിതത്തിലുടനീളം നമുക്ക് വെല്ലുവിളികളുണ്ട്, ജീവിതത്തിലുടനീളം നമുക്ക് സഹനങ്ങളുണ്ട്, ജീവിതത്തിലുടനീളം നമുക്ക് ദുഃഖങ്ങളുമുണ്ട്. പക്ഷേ അത് നേരിടുന്ന രീതിയാണ്. നമ്മുടെ കർത്താവായ ദൈവം നമ്മളോടൊപ്പമുണ്ട് എന്ന വിശ്വാസം നമുക്കുണ്ട്. ജോഷുവയുടെ ഒപ്പം ഉണ്ടായിരുന്ന ദൈവം, ജെറമിയ പ്രവാചകന്റെ ഒപ്പം ഉണ്ടായ ദൈവം, പരിശുദ്ധ കന്യാമറിയത്തിനോടൊപ്പം ഉണ്ടായ ദൈവം, ആ ദൈവം എന്നോടും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന വിശ്വാസത്തിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. ഒരിക്കൽ ഒരു വൈദികൻ പങ്കുവച്ച ഒരു കാര്യമാണ്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് എപ്പോഴെല്ലാം കൈവിരിച്ച് പ്രാർത്ഥിച്ചുവോ അപ്പോഴെല്ലാം അമ്മ വന്ന മധ്യസ്ഥം നൽകും എന്ന് ആ വൈദികൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ വൈദികൻ തൻ്റെ കയ്യിലുള്ള കൊന്ത ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്: അച്ചോ, ഇത് ജീവനുള്ള കൊന്തയാണ്, ഈ കൊന്തയ്ക്ക് ജീവനുണ്ട്. എപ്പോഴെല്ലാം ഞാൻ ഈ കൊന്ത ഇങ്ങനെ ഉയർത്തി എൻ്റെ മാതാവിൻ്റെ മുന്നിൽ നിന്ന് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചുവോ അപ്പോഴെല്ലാം മാതാവ് എനിക്ക് ഉത്തരമരുളുന്നത് ഈ ജീവനുള്ള കൊന്ത കാരണമാണ്. ഈ കൊന്തക്ക് ജീവൻ വെച്ചത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ചൊല്ലി ചൊല്ലി ചൊല്ലിയാണ്, വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചൊല്ലിയാണ് കൊന്തക്ക് ജീവൻ നൽകിയതെന്നാണ് അച്ഛൻ പറയുന്നത്. കൊന്തയ്ക്ക് ജീവൻ വെക്കും. ആവർത്തിച്ച് അമ്മയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് എൻ്റെ അമ്മേ എന്നോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കൊന്തക്ക് ജീവൻ വെക്കുകയും അമ്മയിലൂടെ എല്ലാ മാധ്യസ്ഥവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഒരിക്കൽ ഞാൻ ഒരു യാത്രയിൽ ഒരു വിദേശിയായ ഒരു വ്യക്തിയെ കണ്ടുമുട്ടി. ആ വിദേശിയായ വ്യക്തി പല കാര്യങ്ങളും എന്നോട് ചോദിച്ചു. ഞാൻ ആരാണ്, എവിടെ നിന്ന് വരുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ. അവസാനം അയാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്ത്യാനിയായത് എന്നുകൊണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്ത്യാനിയായത്? ഞാൻ ഒരു നിമിഷത്തേക്ക് സ്തംഭിച്ചു പോയി. കാരണം എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി ആയത് എന്ന് എന്നോട് ഇതുവരെയും ആരും ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ട് എന്നോട് ക്രിസ്ത്യാനി, എന്തുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയായി? കാരണം എൻ്റെ ഓർമ്മയിൽ ചിലപ്പോഴല്ലേ എനിക്ക് പറയാൻ സാധിക്കുക, ജനിച്ചു കഴിഞ്ഞ ഏതാനും 28-30 ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ കൈകളിൽ ഏന്തി ഈ ദേവാലയത്തിൻ്റെ മുന്നിൽ ചെന്നിട്ട് അച്ഛൻ അവിടെ നിന്ന് അകത്തേക്ക് വിളിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകിയപ്പോഴാണ് ഞാൻ ക്രിസ്ത്യാനിയായത്. അങ്ങനെ ജ്ഞാനസ്നാനം ലഭിക്കുമ്പോൾ എനിക്കൊരു ബോധ്യവുമില്ല ഞാൻ എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനിയാകുവാൻ പോകുന്നതെന്ന്, എന്തുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനി ആകുന്നുവെന്നും എനിക്കറിയില്ല. കാരണം തിരിച്ചറിയുവാൻ സാധിക്കാത്ത പ്രായത്തിൽ, നന്മതിന്മകൾ തിരിച്ചറിയാൻ പറ്റാത്ത പ്രായത്തിൽ ക്രിസ്ത്യാനിയായ ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രിയ സുഹൃത്തെ, നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായി എന്നതിനേക്കാൾ എന്തുകൊണ്ട് ഞാനിപ്പോഴും ക്രിസ്ത്യാനിയായി ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത്രയും കൂടെ നല്ലതായിരിക്കും. കാരണം ജന്മം കൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായതാ. എനിക്ക് തിരിച്ചറിയുവാൻ പറ്റാത്ത ഒരു സമയത്ത് ഞാൻ ക്രിസ്ത്യാനിയായതാ. പക്ഷെ ഇന്ന് തിരിച്ചറിവിൻ്റെ പ്രായത്തിൽ, പക്വതയുടെ പ്രായത്തിൽ, നന്മതിന്മകൾ തിരിച്ചറിയാൻ പറ്റുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഞാൻ ഇപ്പോഴും ക്രിസ്ത്യാനിയായി ജീവിക്കുന്നു എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഉത്തരം നൽകുവാൻ സാധിക്കും. ഞാൻ അന്ന് പറഞ്ഞ ഉത്തരം എൻ്റെ കർത്താവിനേക്കാളും എൻ്റെ അമ്മയെക്കാളും പരിശുദ്ധ കന്യാമറിയത്തേക്കാൾ ഉപരിയായിട്ട് ഒരുവന് പോലും എന്നെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല എന്ന ബോധ്യത്തിലാണ് ഞാൻ ഇന്നും ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത് എന്നുള്ളതാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് എന്നോടൊപ്പം ഉള്ളത്. എൻ്റെ സങ്കടങ്ങളിൽ എനിക്ക് താങ്ങായി തണലായി നിൽക്കുന്ന ഒരു അമ്മയാണ് എന്നോടൊപ്പമുള്ളത്. ആ ബോധ്യത്തിലാണ് ഞാൻ അന്ന് ഉത്തരം പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മളും ഈ ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കണം. എന്തുകൊണ്ടാണ് നമ്മളിപ്പോഴും ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത്?
എന്തുകൊണ്ടാണ്? ഇത്രയേറെ അനുഗ്രഹങ്ങളും അടയാളങ്ങളും കാണുന്നത് കൊണ്ടാണോ? അല്ലെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ട് എന്തുത്തരമാണ് നൽകുവാൻ സാധിക്കുക? എന്തുകൊണ്ട് ഞാൻ ഇപ്പോഴും ക്രിസ്ത്യാനിയായി ജീവിക്കുന്നു? നമ്മുടെ മക്കളൊക്കെ ഞായറാഴ്ച പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞ് നമ്മൾ ശാഠ്യം പിടിക്കുമ്പോൾ അവർ ചോദിക്കും, എന്തിനാ ഈ ഞായറാഴ്ചയൊക്കെ പള്ളിയിൽ പോകുന്നേ? എന്തിനാ ഈ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നേ? എന്തിനാ ഈ കുമ്പസാരിക്കുന്നേ? അപ്പോഴൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുവാനായിട്ടൊരു ഉത്തരം വേണം. അങ്ങനെ ഒരു ഉത്തരം വേണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളോട് ഇതിനെ ചോദിക്കണം, എന്തുകൊണ്ട് ഞാനിപ്പോഴും ക്രിസ്ത്യാനിയായിരിക്കുന്നു? എന്തുകൊണ്ട്? അതല്ലെങ്കിൽ അവരുടെ ചോദ്യത്തിന് മുമ്പിൽ നമ്മൾ പതറിപ്പോവും. കാരണം ക്രിസ്ത്യാനിയായി ജനിച്ചു, അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ക്രിസ്ത്യാനിയായി ജീവിക്കുന്നു, ക്രിസ്ത്യാനിയായി മരിക്കും. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എന്തുകൊണ്ട് ഞാൻ ഇപ്പോഴും ക്രിസ്ത്യാനിയായി ജീവിക്കുന്നു എന്നുള്ള ഉത്തരം നമുക്ക് കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ, അറിയാൻ സാധിക്കുമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളെ മക്കളോട് നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളിൽ നമുക്ക് പറയാൻ സാധിക്കും. പലപ്പോഴും ഭാര്യയും ഭർത്താവും സങ്കടപ്പെട്ടൊക്കെ ഇരിക്കാൻ നേരത്ത് മക്കള് വന്ന് ആശ്വസിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അമ്മ, അപ്പ, നിങ്ങൾ തല്ലുപിടിക്കാതിരിക്കുക, നിങ്ങൾ ദേഷ്യപ്പെടുത്താതിരിക്കുക എന്നൊക്കെ പറഞ്ഞൊക്കെ. പക്ഷേ അപ്പനും അമ്മയും ഈ മക്കളോട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെ സ്വീകരിക്കാത്തതിന് കാരണം നമുക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾ സ്വീകരിക്കും. ഇത് ഞാൻ വായിച്ചൊരു പുസ്തകമാണ് 100 Things Lost Internet എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടി നമുക്ക് നഷ്ടപ്പെട്ട 100 കാര്യങ്ങൾ എന്നുള്ളത്. അതിൽ ഏറ്റവും ആദ്യം ആയിട്ട് പറയുന്നത്, ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടി നമുക്ക് നഷ്ടപ്പെട്ട ഏറ്റവും വലിയ കാര്യം ബോറടിക്കുക എന്ന് പറയുന്ന വസ്തുതയാണ്. ഇന്നത്തെ മക്കൾക്ക് ബോറടിക്കാതെ, ഈ ബോറടിക്കാത്തതിന് കാരണം കൊണ്ട് അവരിൽ ക്രിയാത്മകമായിട്ട് ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറയുന്ന കാര്യമില്ലാതെയായി. അങ്ങനെ ക്രിയേറ്റിവിറ്റി ഇല്ലാത്തത് കൊണ്ട് അവരുടെ ചിന്തകളിലൊക്കെ ഒരേ ഒരു കാര്യത്തിലേക്ക് ചുരുങ്ങി. ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുന്നതിന് കാരണമായിട്ട് ആ പുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്. പണ്ടൊക്കെ ഒരുപാട് സമയമുണ്ടായിരുന്നു നമുക്ക്. പണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സമയമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ സമയം നഷ്ടപ്പെട്ടത് മൂലം അവരെന്ത് പറ്റി? അവർ വേറെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ, കാരണം അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അവരുടെ കൺമുമ്പിൽ ഒരു ഫോണിൽ എല്ലാം കാണുവാനും കേൾക്കുവാനും സാധ്യമാകുന്ന തരത്തിലേക്ക് ജീവിതം ഇങ്ങനെ ചുരുങ്ങുന്നു. അതുകൊണ്ട് ഇവർക്ക് ജീവിതത്തിൽ ബോറടിക്കാതെ, ഇങ്ങനെ ബോറടിക്കാത്തത് കൊണ്ട് അവരെ ക്രിയേറ്റിവിറ്റി അവരെ നഷ്ടപ്പെട്ടു തുടങ്ങി എന്നാണ് പറയുന്നത്. ആ പുസ്തകം ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ക്രിയേറ്റിവിറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുന്ന, ബോറടിക്കാത്ത കുടുംബങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെ അപ്പനോ അമ്മമാരൊക്കെ റേഡിയോയിൽ വരുന്ന പാട്ടൊക്കെ വീണ്ടും വീണ്ടും കേട്ട് ഉമ്മറത്തിരിക്കുമായിരുന്നു. ആ റേഡിയോയിൽ വരുന്ന പാട്ടുകളൊക്കെ ആസ്വദിച്ചിരിക്കുമായിരുന്നു. പിന്നീട് കുറച്ചു കാലങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ടി വിയിൽ നമുക്കിഷ്ടപ്പെടുന്ന ആ കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് വീണ്ടും വീണ്ടും കണ്ട സിനിമകൾ കണ്ട് ഒരു തലമുറ സമയം കണ്ടെത്തുമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ, എന്ത് ചിന്തിക്കുന്നുവോ, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കാണുവാൻ ആഗ്രഹിക്കുന്നു, അതെല്ലാം ഒരു കൈത്തുമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് വേറൊന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് മാത്രമായിട്ട് നമ്മുടെ ശ്രദ്ധ മാറിപ്പോകുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങളാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അപ്പനും അമ്മയും ഒരുമിച്ചിരുന്ന് സംസാരിക്കണം. അവരുടെ ഫോണുകളും അവരുടെ തിരക്കുകളും മാറ്റിവെച്ച് ഡൈനിങ് ഹാളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോണില്ല, ടി വി ഇല്ല, പരസ്പരം സംസാരിക്കണമെന്ന ബോധ്യത്തിലേക്ക് വരികയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിൽ തുറവികളുണ്ടാകും. ആ തുറവികളിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. തുറവികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുടുംബത്തിൻ്റെ പോരായ്മകൾ, കുടുംബത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, കുടുംബത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും.
എന്താ പല കൗൺസിലിങ്ങുകളും പറയുന്നത്, അപ്പനും അമ്മയ്ക്കും ഞാൻ പറയുന്നത് കേൾക്കുവാൻ സമയമില്ലെന്നാണ് മക്കൾ പറയുന്നത്. ഞാൻ വിചാരിക്കുന്ന സമയത്ത് എനിക്ക് തുറന്നു പറയുവാനായിട്ട് എൻ്റെ അപ്പനോട് എനിക്ക് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എൻ്റെ അമ്മയ്ക്ക് അതിനുള്ള സമയമില്ലെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്നറിയാമോ? ഒരുമിച്ച് വന്നിരുന്ന് സംസാരിക്കുക, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക എന്ന വലിയൊരു സംഭവം നടക്കുന്നില്ല കുടുംബത്തിൽ. പലരും പല മുറികളിലായിട്ട് ഒതുങ്ങിപ്പോകുമ്പോൾ കുടുംബം എന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകുന്നു. 4-5 പേര് ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. പ്രിയമുള്ളവരെ, കുടുംബത്തിൽ തുറന്ന് സംസാരങ്ങൾ വേണം. അപ്പനും അമ്മയും പരസ്പരം തമാശകൾ പറയുന്ന സുന്ദരമായ നിമിഷങ്ങൾ വേണം. മക്കൾക്ക് ഏറ്റവും സ്വാതന്ത്ര്യത്തോടുകൂടി പെരുമാറാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഇടമായിട്ട് നമ്മുടെ കുടുംബങ്ങൾ മാറണം. അവരുടെ ചിന്തകള്, വ്യക്തിപരമായിട്ട് അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയകളിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകരുത്. എൻ്റെ കുടുംബത്തിൽ അപ്പം എനിക്കിങ്ങനെ ഒരു അഭിപ്രായമുണ്ടെന്ന്, അല്ലെങ്കിൽ അമ്മ എനിക്കിങ്ങനെയാണ് തോന്നുന്നത് എന്നുള്ള തുറന്ന് സംസാരത്തിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഒതുങ്ങിപ്പോകും. ബോറടിക്കാത്ത, ടെക്നോളജി വളർന്ന, ലോകം മുഴുവനും ഒരു വിരൽ തുമ്പിലേക്ക് മാറിയ ഈ കാലഘട്ടത്തിൽ അവരതിലേക്ക് ഒതുങ്ങിപ്പോകും. കുടുംബ ബന്ധങ്ങൾ അകന്നു പോകും. പ്രിയമുള്ളവരെ, വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിൻ്റെ അനന്തരഫലം എന്താണെന്ന് നമുക്കറിയില്ല. 10 കൊല്ലങ്ങൾക്ക് ശേഷം നമുക്ക് മനസ്സിലായി തുടങ്ങും. ഇപ്പോഴേ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ടെക്നോളജി ബേസ്ഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു തലമുറകളുടെ അനന്തരഫലങ്ങൾ എന്നൊക്കെ ഇനിയും ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുവാൻ നമ്മൾ തുടങ്ങും. അപ്പോൾ നമ്മളിത് നേരിടണമെങ്കിൽ കാലത്തിനൊത്ത് മാറുക എന്നുള്ളതും, നമ്മൾ പണ്ട് കാലങ്ങളിൽ ശീലിച്ചിരുന്ന ഏറ്റവും വലിയ ഒരു ശീലമായ ഒരുമിച്ചിരുന്ന് കുടുംബത്തിൽ ഒത്തുചേർന്നിരുന്ന് സംസാരിക്കുക എന്നുള്ള ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിയുക എന്നുള്ളതാണ്. അപ്പോൾ കാലം മാറിയാലും ലോകം മാറിയാലും പണ്ട് മുതലേ പരമ്പരാഗതമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന ഏറ്റവും ബേസിക്കായിട്ടുള്ള ഒരു കാര്യം പരസ്പരം സംസാരിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് അടിയുറച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ ദൃഢപ്പെടും, നമ്മുടെ ബന്ധങ്ങൾ വളരും. നമ്മുടെ കുടുംബങ്ങളിൽ എന്തും ചർച്ച ചെയ്യുവാൻ സാധിക്കുന്ന ഒരിടമായിട്ട് മാറും. പരസ്പര ബഹുമാനങ്ങൾ വർദ്ധിക്കും. ഇന്ന് ഈ ദേവാലയത്തിൽ നമ്മളായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. കർത്താവായ ഈശോ നമ്മളോടൊപ്പം ഉണ്ടാകുമ്പോൾ നമുക്കെല്ലാം സാധ്യമാണ് എന്ന് നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ ഒരു വൈദികനാകുവാൻ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ളത് എൻ്റെ കുടുംബമാണ്, എൻ്റെ അമ്മൂമ്മയാണ്. എൻ്റെ അപ്പനേക്കാളും അമ്മയെക്കാളും ഒക്കെ ഞാനൊരു വൈദികനാകണമെന്ന് ആഗ്രഹിച്ചത് എൻ്റെ അമ്മൂമ്മയാണ്. അമ്മൂമ്മയെക്കുറിച്ച് പറയുമ്പോൾ 3-4 കുർബാന ഇടവക ദേവാലയത്തിലുണ്ടെങ്കിൽ അതെല്ലാം കൂടിക്കഴിഞ്ഞേ അമ്മ വീട്ടിലേക്ക് തിരിച്ചു വരൂ. കാരണം ഓരോ കുർബാനയിലും അമ്മ പ്രാർത്ഥിച്ചിരുന്നത് എൻ്റെ മക്കളിൽ ഒരാൾ വൈദികനാകണം, അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീ ആകണമെന്നാണ്. പക്ഷെ മക്കളിൽ ആരും കന്യാസ്ത്രീമാരോ വൈദികരോ ആയില്ല. പക്ഷെ അതിനുശേഷം വന്ന തലമുറയിൽ ഒരച്ഛനായി. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മുടെ തലമുറയിൽ പോലും സംഭവിക്കണമെന്നില്ല. പക്ഷേ വരും തലമുറയിൽ എങ്കിലും അത് സംഭവിക്കും. കാരണം നമ്മുടെ ദൈവം, നമ്മുടെ ഈശോ, നമ്മളെ സൃഷ്ടിച്ചവൻ, നമ്മുടെ കരുത്തായി നമ്മളോടൊപ്പം ഉള്ളവൻ നമ്മളെ കേൾക്കുന്നൊരു ദൈവമാണ്. നമ്മുടെ സങ്കടങ്ങളെക്കാളും ദുഃഖങ്ങളെക്കാളൊക്കെ വലിയവനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ബോധ്യം നമുക്കുണ്ടായിരിക്കണം എന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ, ഈ ആശ്രമത്തിലായിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, സന്തോഷത്തോടെ നമ്മളെല്ലാവരും
ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ എല്ലാവരും പറയേണ്ടത്, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാനായിട്ട് എന്നോടൊപ്പമുണ്ട് എന്നുള്ളതാണ്. എൻ്റെ ദൈവം എൻ്റെ പ്രശ്നങ്ങളിലേക്ക് കൈകൾ വിരിച്ചുകൊണ്ട് അവ പറയും, നിൻ്റെ ജീവിതത്തിൽ ഞാനുണ്ട് എന്നുള്ളതാണ്. ജോഷുവയുടെ ഒപ്പം, മോശയുടെ ഒപ്പം, അബ്രഹാമിനോടൊപ്പം, പരിശുദ്ധ കന്യാമറിയത്തിനോടൊപ്പം, അപ്പോസ്തലന്മാരോടൊപ്പം ഒക്കെ ഉണ്ടായിരുന്ന എൻ്റെ ദൈവം എന്നോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മളിൽ ഇന്ന് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമുക്കൊരു നിമിഷം നമ്മുടെ സങ്കടങ്ങളിലും ദുഃഖങ്ങളൊക്കെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിക്കാം. പരിശുദ്ധ അമ്മയോട് പറയാം, എൻ്റെ മാതാവേ, ഇതൊക്കെയാണ് എൻ്റെ സങ്കടങ്ങൾ. നിൻ്റെ പുത്രൻ എന്നോടൊപ്പമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പരിശുദ്ധ അമ്മയോട് പറയാം, അമ്മേ, എൻ്റെ സങ്കടങ്ങളെക്കാളും ദുഃഖങ്ങളെക്കാളൊക്കെ വലിയവനായ നിൻ്റെ പുത്രൻ എന്നോടൊപ്പമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മേ മാതാവേ, അമ്മേ മാതാവേ, അമ്മയുടെ മധ്യസ്ഥത്താൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്ന ദുഃഖങ്ങളെയൊക്കെ അതിജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും. നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ, അപേക്ഷകൾ, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ എല്ലാം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. എൻ്റെയും നിങ്ങളുടെയും ദൈവം എൻ്റെ ദുഃഖങ്ങളെക്കാളും സങ്കടങ്ങളെക്കാളൊക്കെ ഉപരിയായിട്ട് എന്നെ സ്നേഹിക്കുന്ന ശക്തനായിട്ടുള്ള ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്ന ബോധ്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഇരിക്കാം. പഴയ നിയമത്തിൽ നമ്മൾ പലകുറി കാണുക ദൈവം ഇടപെടുന്നതായിട്ടാണ്. ഇസ്രായേലിനെ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് മോശ ഫറവോയുടെ അടുത്തെത്തും. പല കാര്യങ്ങളും പല അടയാളങ്ങളും സംഭവിച്ചതിന് ശേഷം ഫറവോ പറയും, ഓക്കെ, നിങ്ങൾ പൊക്കോ. ഇസ്രായേൽ അവരുടെ കീഴിൽ നിന്ന് പുതിയ ദേശം തേടി അവിടെ നിന്ന് പുറപ്പെടുമ്പോഴാണ് ഫറവോ വിചാരിക്കുന്നത്, താൻ ചെയ്തു പോയ തെറ്റ് അവരെ വിടരുതായിരുന്നു. കാരണം അവർ ഈജിപ്തിൽ ഉണ്ടാകേണ്ടവരാണ്, അടിമത്തത്തിൽ ഉണ്ടാകേണ്ടവരാണ്. അപ്പോൾ തന്നെ ഫറവോ തൻ്റെ പടയാളികളെ വിളിച്ച് അവരെ തിരികെ കൊണ്ടുവരുവാനായിട്ട് പറഞ്ഞയക്കും. അങ്ങനെ തിരികെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞയക്കുന്ന സൈന്യം ചീറിപ്പാഞ്ഞ് ഇസ്രായേലിൻ്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ ഇസ്രായേൽ ജനത ഈ കുളമ്പടി കേട്ട് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കും. അപ്പോൾ കാണുന്ന കാഴ്ച ഈ ജനതയാണ്, ഈ കുളമ്പടിയാണ്. എന്നിട്ട് അവർ ഓടുവാനായിട്ട് മുന്നോട്ട് നോക്കുമ്പോൾ അവർ കാണുന്നത് കടലാണ്. അപ്പോൾ മുന്നോട്ടും പിന്നോട്ടും പോകുവാനായിട്ട് യാതൊരു നിവൃത്തിയുമില്ല ഈ ജനതയ്ക്ക്. അങ്ങനെയുള്ള ജനത ആകാശത്തേക്ക് നോക്കി പറയും, എൻ്റെ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ, നീ എവിടെയാണ്, എങ്ങനെയാണ് ഞങ്ങളെ രക്ഷിക്കുവാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ആകാശത്തിൽ നിന്നൊരു സ്വരം കേൾക്കും, എൻ്റെ പ്രിയ ജനമേ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനായിട്ട് ഞാൻ വരും, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനായിട്ട് ഞാൻ വരും എന്നുള്ളത്. ഒരു ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. എന്ത് സുന്ദരമായിട്ടുള്ള വാക്കുകളാണത്. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങളിലേക്ക് ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്നുള്ളത്. അത്രമാത്രം ശക്തനായിട്ടുള്ളൊരു ദൈവമാണ് എൻ്റെയും നിങ്ങളുടെയും
എൻ്റെയും നിങ്ങളുടെയും ദൈവം താഴേക്ക് ഇറങ്ങി വന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി യുദ്ധം ചെയ്യും. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നേരിടുന്ന എന്തെല്ലാം ദുഃഖങ്ങളുണ്ടോ, സങ്കടങ്ങളുണ്ടോ, അതിനൊക്കെ എതിരായിട്ട് എൻ്റെ ദൈവം എന്നോടൊപ്പം നിന്നുകൊണ്ട് യുദ്ധം ചെയ്യും. ആ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ആ ബോധ്യത്തിലായിരിക്കണം പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കേണ്ടത്. മോശയുടെ മരണത്തിന് ശേഷം ജോഷുവ പറയും, എൻ്റെ ദൈവമേ, ഞാൻ ഈ ജനതയെ എങ്ങനെ നയിക്കും? ഞാൻ എന്തെങ്കിലും ഈ ജനതയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് കേൾക്കുമോ? ഈ ജനതയോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കേൾക്കുമോ? അപ്പോൾ ദൈവം പറയും, ജോഷുവ നീ ഭയപ്പെടേണ്ട, ജോഷുവ നീ സങ്കടപ്പെടേണ്ട, കാരണം നിന്നോടൊപ്പം ഞാനുണ്ട് എന്നുള്ളത്. ജെറമ്യാ പ്രവാചകനോട് പറയുന്നത്, ഇപ്പോൾ ജെറമ്യാ പ്രവാചകൻ പറയും, ഞാനൊരു ബാലനല്ലേ, ഞാൻ സംസാരിച്ചാൽ ഈ ജനത കേൾക്കുമോ എന്ന് പറയുമ്പോഴും ദൈവം പറയും, നീ ബാലനാണെന്ന് പറയരുത്, നിന്നോടൊപ്പം ഞാനുണ്ട് എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയുടെ അടുത്തെത്തിയിട്ട് പറയും, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറയുമ്പോഴും കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, പരിശുദ്ധ കന്യാമറിയം നിന്നോടൊപ്പം ഞാനുണ്ട് എന്നുള്ളതാണ്. അമ്മയുടെ മധ്യസ്ഥം തേടി നമ്മൾ ഈ ദേവാലയത്തിൽ, ഈ ആശ്രമത്തിൽ എത്തി നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ ഓർക്കുക, എൻ്റെയും നിങ്ങളുടെയും ശക്തനായിട്ടുള്ള ദൈവം, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന് ദുഃഖങ്ങളെക്കാളൊക്കെ വലിയവനായൊരു ദൈവം, എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവം നമുക്കുണ്ട് എന്നുള്ളത്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഈ ലോകത്തിലെ ആദ്യത്തെ സക്രാരിയായിട്ട് നമ്മൾ പറയുന്നത് അമ്മയാണ്. ക്രിസ്തു അമ്മയുടെ ഉദരത്തിലായിരുന്നു എന്നാണ് നമ്മൾ പറയുക. ഇന്ന് നമ്മൾ ആ സക്രാരിയായി മാറ്റപ്പെടുകയാണ്. എങ്ങനെ? ദിവ്യകാരുണ്യം സ്വീകരിക്കുക വഴി, ദിവ്യകാരുണ്യം സ്വീകരിക്കുക വഴി എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതം തന്നെ ഒരു സക്രാരിയായി മാറുന്നു, എൻ്റെ ശരീരം ഒരു സക്രാരിയായി മാറുന്നു. എങ്ങനെ? പൂർണ്ണമായിട്ട് കുമ്പസാരിച്ച് ഒരുങ്ങി ക്രിസ്തുവിനെ നാവിൽ സ്വീകരിക്കുമ്പോൾ ഞാനും ഒരു സക്രാരിയായി മാറുന്നു. അത്രമേൽ ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. നമ്മൾ ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ, ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ ഈ ദിവസം നമ്മൾ ഓർക്കേണ്ടതൊന്നാണ്, ഞാനും ഇന്ന് സക്രാരിയായി മാറാൻ പോകുകയാണ്. എങ്ങനെ? എൻ്റെ അമ്മയെ പോലെ, എൻ്റെ പരിശുദ്ധ കന്യാമറിയത്തെ പോലെ ഞാനും മറ്റൊരു സക്രാരിയായി മാറുന്നു എന്നുള്ളത്. എൻ്റെ ശരീരത്തിൽ അലിഞ്ഞു തേരുന്ന ക്രിസ്തുവിലൂടെ എൻ്റെ ഉദരത്തിൽ ക്രിസ്തു എത്തുമ്പോൾ ഞാനും മറ്റൊരു സക്രാരിയായി മാറുന്നു എന്നുള്ളതാണ്. അത്രമേൽ ശ്രേഷ്ഠമേറിയ ഒന്നാണ് ഞാൻ സ്വീകരിക്കാൻ പോകുന്നത്. അത്രമേൽ പവിത്രമേറിയ ഒന്നാണ് ഞാൻ സ്വീകരിക്കുവാൻ പോകുന്നത് എന്നുള്ളത്. വിശുദ്ധ ഫൗസ്റ്റീന പറയും, സ്വർഗത്തിലെ മാലാഖമാര് മനുഷ്യരോട് 2 കാര്യങ്ങൾക്ക് അസൂയയുണ്ട് എന്ന്. സ്വർഗത്തിലെ മാലാഖമാര് മനുഷ്യരോട് 2 കാര്യങ്ങൾക്ക് അസൂയയുണ്ട് എന്നുള്ളത്. ഒന്ന്, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി മനുഷ്യന് സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഫൗസ്റ്റീന പറയുന്നത്, മനുഷ്യരോട് മാലാഖമാർക്ക് അസൂയുള്ള രണ്ടാമത്തെ കാര്യം, മനുഷ്യന് ദിവ്യകാരുണ്യം നാവിൽ സ്വീകരിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നോക്കണം, സ്വർഗത്തിലായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഈ മാലാഖമാർക്ക് മനുഷ്യരായ എന്നോടും നിങ്ങളോടും അസൂയയുള്ളത് ഈ ദിവ്യകാരുണ്യം നാവിൽ സ്വീകരിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതിനെ ഓർത്ത്. അത്രമേൽ ശ്രേഷ്ഠമേറിയ ഒന്നാണ് നമ്മൾ നാവിൽ സ്വീകരിക്കാൻ പോകുന്നത്. അമ്മയെ പോലെ മറ്റൊരു സക്രാരിയായി മാറുവാൻ സാധിക്കുന്ന ആ അനുഭവമാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. ഇനി വിശുദ്ധ പദ്രപിയോ പറയും, എപ്പോഴെല്ലാം ദിവ്യബലി അർപ്പിച്ചുവോ അപ്പോഴെല്ലാം ആയിരക്കണക്കിന് മാലാഖമാരാണ് ഈ അൽത്താരയ്ക്ക് ചുറ്റും. എന്താ?
പതിനബിയ വീണ്ടും പറയും, അതിനേക്കാളൊക്കെ 10 മടങ്ങ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളാണ് ദിവ്യബലി അർപ്പണ സമയത്ത് ആ ദേവാലയത്തിൽ ഉണ്ടാകുക എന്നുള്ളത്. അപ്പോ ഈ ഫൗസ്റ്റീനെയും പാദ്രിയുപ്പിയെയും ഒരുമിച്ച് ചേർത്തൊന്ന് വായിച്ചാലായിട്ട് നമുക്ക് മനസ്സിലാക്കും, നമ്മളൊക്കെ ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനായിട്ട് നിരനിരയായി വരുമ്പോൾ ദിവ്യബലി സമയത്ത് സന്നിഹിതരായിരിക്കുന്ന ഈ മാലാഖമാരും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളും കൊതിയോടെ അസൂയയോടെ നമ്മൾ നോക്കിക്കാണുന്നുണ്ട്. എന്ത്? അവർക്ക് യേശുവിനെ ഹൃദയത്തിൽ നാവില് സ്വീകരിക്കുവാൻ സാധിക്കുന്നതിനെ ഓർത്ത്. പ്രിയമുള്ളവരെ, ഫൗസ്റ്റീന അവളുടെ ഡയറിയിൽ കുറിക്കുന്ന വേറൊരു അനുഭവം കൂടിയുണ്ട്. ഫൗസ്റ്റീന ഒരു ദിവസം ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ നിൽക്കുന്ന സമയത്ത് ഫൗസ്റ്റീനക്ക് തോന്നും ഒരു ചെറിയ തെറ്റ് ദൈവസ്നേഹത്തിനെതിരായി ഫൗസ്റ്റീന ചെയ്തു എന്ന്. അപ്പം അന്നേ ദിവസം ഫൗസ്റ്റീന ദിവ്യകാരുണ്യം സ്വീകരിക്കില്ല. ഫൗസ്റ്റീന നേരെ നടന്നു പോകുന്നത് അവളുടെ മഠത്തിലേക്കാണ്. മഠത്തിലെത്തി അവളുടെ ചൂലെടുത്ത് ആ വരാന്തയ്ക്ക് അടിച്ചു തുടങ്ങാൻ നേരത്ത് ഈശോ അവളുടെ മുന്നിൽ വന്നെന്ന് പറയണം. ഈശോ അവളുടെ മുന്നിൽ വന്നെന്ന് പറഞ്ഞ്, ഫൗസ്റ്റീന, നീ എന്നെ സ്വീകരിക്കുമെന്ന് ഓർത്ത് ഞാൻ കൊതിയോടുകൂടി ആ കുസ്തീന്തിയിലുണ്ടായിരുന്നു, എന്നിട്ട് നീ എന്തുകൊണ്ട് എന്നെ സ്വീകരിച്ചില്ല എന്നാണ്. പ്രിയമുള്ളവരെ, അമ്മയുടെ സന്നിധിയിലാണ് നമ്മൾ. അമ്മയോട് മധ്യസ്ഥ അപേക്ഷിക്കാനാണ് നമ്മൾ. അമ്മയെപ്പോലെ ഉദരത്തിൽ ക്രിസ്തുവിനെ വഹിക്കുവാനായിട്ട് കിട്ടുന്ന ദിവ്യ കൂദാശയായ വിശുദ്ധ കുർബാനയിലേക്ക് കടക്കുന്നവരാണ് നമ്മൾ. അത് അത്രമേൽ പവിത്രമായ ഒന്നാണ്, അത്രമേൽ ശ്രേഷ്ഠമായ ഒന്നാണ്. നമ്മളും അമ്മയെപ്പോലെ മറ്റൊരു സക്രാരിയായി മാറണം എന്ന് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ആഗ്രഹം. പക്ഷേ നമ്മൾ തയ്യാറെടുപ്പുകളോടുകൂടെ കുർബാന സ്വീകരിക്കണം. ദിവ്യകാരുണ്യത്തിൻ്റെ സക്രാരിയായി മാറുന്നത് തയ്യാറെടുപ്പുകളിലൂടെയാണ്. എങ്ങനെ? കുമ്പസാരം എന്ന് പറയുന്ന കൂദാശയിലൂടെ. കുമ്പസാരം എന്ന കൂദാശ നമ്മൾ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ലക്ഷറിയാണ്. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ലക്ഷറിയാണ് ഈ കുമ്പസാരം എന്ന കൂദാശ. നമ്മളെ തന്നെ വീണ്ടും വീണ്ടും ഒരുക്കി ശുദ്ധീകരിച്ച് നമ്മളെ തന്നെ ഒന്നുമല്ലാതാക്കി സ്വയമല്ലാതാക്കി നവീകരിച്ച് ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ സാധിക്കുന്നു എന്ന് പറയുന്ന നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ആഡംബരം, ലക്ഷറിയാണ് കുമ്പസാരം എന്ന് പറയുന്ന കൂദാശ. ആ കൂദാശ പൂർണ്ണ മനസ്സോടെ ചെയ്ത്, പൂർണ്ണ പശ്ചാത്താപത്തോടെ ചെയ്ത്, ദിവ്യകാരുണ്യം എന്ന് പറയുന്ന ആ വലിയ കൂദാശയിലേക്ക് കടന്നു കണ്ട് മാലാഖമാർക്ക് പോലും അസൂയ ഉളവാക്കുന്ന തരത്തിൽ നാവുകൾ നീട്ടി കുർബാന സ്വീകരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അതിനേക്കാൾ വലിയ ശ്രേഷ്ഠകരമായിട്ടുള്ള എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക? അമ്മ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അതല്ലേ. അമ്മ എപ്പോഴെല്ലാം പ്രത്യക്ഷപ്പെട്ടുവോ അപ്പോഴെല്ലാം ഊന്നി പറഞ്ഞൊന്നുണ്ട്, എൻ്റെ പ്രിയ ജനമേ, നിങ്ങൾ കൗദാശികകരമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് മാറുക എന്നുള്ളത്, കുദാശകൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് മാറുക എന്നുള്ളത്. അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ വെള്ളി തുള്ളികളെ പോലെയാണ് കണ്ണുനീരൊഴുകി എന്ന് പറയണം. ആ വെള്ളിത്തുള്ളികളെ പോലെ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ്: എൻ്റെ പ്രിയജനമേ, നിങ്ങൾ പശ്ചാത്തപിച്ച് മനസ്തപിച്ച് ഈ ലോകത്തിലേക്ക് വരിക. ആ ലോകത്തിലേക്ക് വന്ന് കൗദാശികപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ്. കൗദാശികപരമായിട്ടുള്ള ജീവിതം നയിക്കുക എന്ന് പറയുമ്പോൾ ഈ മേശയെ സ്നേഹിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഈ കുദാശയെ സ്നേഹിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. കാരണം കുദാശകളുടെ കുദാശയാണ് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. ഈ ദിവ്യകാരുണ്യം സ്വീകരിക്കുവാൻ പറ്റാത്ത എത്രയോ ജനതകളുണ്ട്, എത്രയോ ആളുകൾ ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒന്നാണ് ഈ കുർബാന എന്ന് പറയുന്നത്. പാപ്പുവ ന്യൂഗിനിയ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ഈ രാജ്യത്ത് സേവനമനുഷ്ഠിച്ച ഒരു ബ്രദറിനെ കാണുവാൻ ഒരിക്കലിടയായി.
ഈ ബ്രദറ് അദ്ദേഹം ഒരു 10 വർഷത്തെ ഈ മിഷണറി ജീവിതത്തിന് ശേഷം തിരിച്ച് നാട്ടിൽ വന്ന് ബ്രദർ എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിന് ദിവ്യബലി അർപ്പിക്കുവാൻ സാധ്യമല്ല. പക്ഷേ ഇദ്ദേഹത്തിന് ദിവ്യകാരുണ്യം അദ്ദേഹത്തിൻ്റെ ബാഗിൽ വെച്ചുകൊണ്ട് ദീർഘദൂരം നടന്ന് ദിവ്യകാരുണ്യം കൊടുക്കുവാൻ സാധിക്കും. പപ്പുവ ന്യൂഗിനിയ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഒരുപാട് ഗോത്ര വർഗക്കാരുണ്ട്. ഈ ബ്രദർ ഇങ്ങനെയാണ് അദ്ദേഹത്തെ അനുഭവം പറഞ്ഞത്. ഇദ്ദേഹം മാസത്തിൽ 2 തവണയാണ് ഈ മലകളിലേക്ക് കയറിറങ്ങുക. ഈ 2 സ്ഥലങ്ങളിലേക്ക് ദിവ്യകാരുണ്യം എത്തിക്കുക എന്നതാണ് ഈ ബ്രദറിൻ്റെ ആകെ കൂടിയുള്ള മിനിസ്ട്രി എന്ന് പറയുന്നത്. അതിനുവേണ്ടി അദ്ദേഹം ചെയ്യുന്നത് ഈ 10 ദിവസങ്ങൾ തുടർച്ചയായിട്ട് നടക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഈ ഒരു ബൈക്കുണ്ട്. ആ ബൈക്ക് എടുത്തുകൊണ്ട് ഓടിക്കും കുറച്ച് നാൾ, 5 ദിവസം, 15 ദിവസമായി. പിന്നെ ആ ബൈക്ക് എടുത്തൊരു വള്ളത്തിൽ വെച്ച് 2 ദിവസത്തോളം ഈ വള്ളത്തിൽ ഈ ബൈക്കും കയറ്റിക്കൊണ്ട് പോകും. ഇങ്ങനെ മലകൾ നടന്ന ബൈക്കിൽ സഞ്ചരിച്ച്, ബോട്ടിൽ സഞ്ചരിച്ച് 10 ദിവസത്തോളം നടന്ന് 2 സ്ഥലങ്ങളിൽ ദിവ്യകാരുണ്യം എത്തിക്കും. നോക്കണം, മാസത്തിൽ 2 തവണ മാത്രമാണ് ഈ ദിവ്യകാരുണ്യം ഈ മലമുകളിലേക്ക് എത്തിച്ചേരുന്നത്. അത്രമാത്രം കഷ്ടതകൾ അനുഭവിച്ച് ഈ ബ്രദർ ഈ ദിവ്യകാരുണ്യം ഇവരിലേക്ക് എത്തിക്കും. അപ്പോൾ ഈ ബ്രദർ പറഞ്ഞിട്ടുണ്ട്, ഈ ദിവ്യകാരുണ്യം ദിവ്യബലി പോലുമല്ല, ദിവ്യകാരുണ്യം ആശീർവദിച്ച ദിവ്യകാരുണ്യം ഇത്ര ദിവസം എടുത്തുകൊണ്ട് ഈ ഗോത്രവർഗക്കാരുടെ അടുത്ത് എത്തിക്കാൻ നേരത്ത് പ്രാർത്ഥനകൾ ചൊല്ലി അവരുടെ നാവിലേക്ക് ഈശോ എടുത്തു വെക്കാൻ നേരത്ത് അവർ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം കാരണമാണ് 10 വർഷത്തോളം ഇത്രയേറെ കഷ്ടതകൾ അനുഭവിച്ച് ഈ ബ്രദർ ജീവിച്ചതെന്ന് പറയണം. പിന്നെ ഫിലിപ്പീൻസ് എന്ന് പറയുന്ന രാജ്യത്ത് കുറച്ച് നാളുണ്ടായി. അവിടെ ഒരു പള്ളിയുടെ കീഴിൽ 99 സബ്സ്റ്റേഷൻസ് ആണ്, ചെറിയ ചെറിയ ചാപ്പലുകളാണ്. ചില പള്ളികളൊക്കെ മലമുകളിലാണ്. ഈ മലമുകളിലും കാടുകളുമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി വൈദികർ അവരുടെ കയ്യിൽ വലിയൊരു കത്തി ഉണ്ടാവും, പിന്നെ ചില തോക്കുകളൊക്കെ ഉണ്ടാവും. കാരണം എതിരെ വരുന്ന മൃഗങ്ങളെ വെടിവെക്കാനൊക്കെ തോക്കുകളുണ്ടാവും. ഈ കാടൊക്കെ വെട്ടിപ്പോകാനായിട്ട് വലിയ വാളുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഈ വാളുകളും തോക്കുകളും ഏന്തി 99 ചെറിയ ചാപ്പലുകളുള്ള ഒരു ഇടവകയിൽ 99 പള്ളികളിലേക്കും കുർബാന അർപ്പിക്കാനായിട്ട് ഈ വൈദികരെത്തുന്നത് 2 വർഷത്തിലൊരിക്കലാണ്. അപ്പോൾ 2 വർഷത്തിനൊരിക്കൽ ദിവ്യബലി പങ്കെടുക്കുന്ന, ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ജനതകളുണ്ട് ഇവിടെ, നോർത്ത് ഇന്ത്യയിലുമുണ്ട്. പക്ഷേ നമ്മൾ നോക്കി, നമ്മുടെ ഇടവകയിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ധ്യാന കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ഏതെങ്കിലുമൊക്കെ പള്ളിയിൽ 1, 2, 3, 4 അല്ലെങ്കിൽ 5 കുർബാനകളാണ് അർപ്പിക്കപ്പെടുന്നത്. എന്നിട്ടും നമ്മളിതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? എല്ലാ ദിവസമൊക്കെ നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ടോ? ഒരു കൂട്ടം ജനങ്ങൾ കുർബാനയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചിരിക്കാൻ നേരത്ത് 5, 6 കുർബാനകൾ ഒരു ദിവസം അർപ്പിക്കപ്പെടുന്ന ഇടവകകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ ഒരു കുർബാനയെങ്കിലും നമുക്ക് അർപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് കുമ്പസാരിക്കണമെന്ന് പറയുമ്പോൾ റെഡിയായിട്ട് നിൽക്കുന്ന എത്രയോ ഇടവക വൈദികരുണ്ട്, എത്രയോ സന്യസ്ത വൈദികരുണ്ട്. എന്നാൽ പോലും കുമ്പസാരം എന്ന് പറയുന്ന ആ ലക്ഷറി, നമ്മുടെ ക്രിസ്ത്യാനികളുടെ ആഡംബരം എന്ന് പറയുന്ന ആ കുദാശ പൂർണ്ണ മനസ്സോടെ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്കെല്ലാവിധ അവസരങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. മറുഭാഗത്ത് ഇതൊന്നുമില്ലാത്ത ഒരു ജനതയുമുണ്ട്, ആഗ്രഹിക്കുന്നവരുണ്ട്. ഇത്രയും ദൂരം നടന്ന് വൈദികരെത്തുമ്പോൾ ആഗ്രഹത്തോടെ, തീക്ഷ്ണതയോടുകൂടെ ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന ഒരു ജനതയുണ്ട്. ഇപ്പുറത്ത് 5, 6, 7, 8 കുർബാനകളുള്ള നമ്മൾ ഉറക്കം തൂങ്ങിയും ദിവ്യബലി എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതി എന്നോർത്ത് കുർബാനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. നോക്കണം, ആ ബാലൻസ് അധികമായിട്ട് നമുക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ വില അറിയില്ല എന്ന് നമ്മൾ പറയും. പ്രിയമുള്ളവരെ, അമ്മ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാനസാന്തരപ്പെട്ട്
കൗദാശികമരമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുവാൻ വേണ്ടിയാണ്. അതിൽ കുദാശകളുടെ കുദാശയായ ഈ ദിവ്യബലി ഏറ്റവും വലുതാണ്. ഈ ദിവ്യബലിയിൽ, ഈ മേശയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എത്രമാത്രം തയ്യാറെടുപ്പുകളിലൂടെയാണ് നമ്മൾ വരുന്നതെന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യണം. നമ്മളോട് തന്നെ ചോദിക്കണം, എൻ്റെ ദൈവമേ, മറ്റൊരു സക്കറാരിയായി മാറുവാൻ പോകുന്ന എനിക്ക് എത്രമാത്രം തയ്യാറെടുപ്പുകളോടെയാണ് എൻ്റെ ഈ കർത്താവിൻ്റെ ബലിയിൽ പങ്കെടുക്കുവാൻ സാധിക്കുക എന്നത് നമ്മൾ ചോദിക്കണം. നമുക്കെല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം, നമ്മൾ തന്നെ ഒരുക്കാം. നമ്മുടെ മാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിക്കുന്നുണ്ട്. നമ്മുടെ മാതാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പശ്ചാത്തപിച്ച് കുമ്പസാരിച്ച് ഈ ദിവ്യബലിയിൽ പൂർണ്ണഹൃദയത്തോടെ പങ്കെടുക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, അങ്ങയെ സ്വീകരിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് നൽകണമേ. എൻ്റെ ഈശോയെ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ ഒത്തിരിയേറെ തിന്മകൾ ചെയ്തു പോയി. എൻ്റെ ദൈവമേ, എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ. നീ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിസ്സാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ഈശോനാഥ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കണമേ. ഞങ്ങളുടെ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, ആകുലതകൾ എല്ലാം അമ്മയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് മാതാവേ. മറ്റൊരു സക്രാരിയായിട്ട് എനിക്ക് മാറുവാൻ സാധിക്കുന്ന ദിവ്യകാരുണ്യം എന്ന് പറയുന്ന കൂദാശ പവിത്രതയോടെ, വിശ്വാസത്തോടെ പങ്കെടുക്കുവാനും അർപ്പിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ. ഈശോനാഥ, ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് എല്ലാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.